വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകൾക്ക് പിന്നാലെ രാജ്യത്ത് പെട്രോൾ, ഡീസൽ, LPG നിരക്കുകളിൽ വൻ വർധനവുണ്ടാകുമെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. രാജ്യം കടുത്ത വിലക്കയറ്റത്തിന്റെ വക്കിലാണെന്നും മോദി സർക്കാർ ജനങ്ങളെ വഞ്ചിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. എക്സിൽ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് രാഹുൽ ഗാന്ധിയുടെ ഈ മുന്നറിയിപ്പ്. പശ്ചിമ ബംഗാൾ, കേരളം, തമിഴ്നാട്, അസം എന്നീ സംസ്ഥാനങ്ങളിലെയും പുതുച്ചേരിയിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കഴിയുന്നതോടെ ഇന്ധനവില കുത്തനെ കൂട്ടാൻ സർക്കാർ പദ്ധതിയിടുന്നു. നിലവിൽ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില വർദ്ധിച്ചിട്ടും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് സർക്കാർ വില വർദ്ധിപ്പിക്കാത്തതെന്ന് അദ്ദേഹം പറഞ്ഞു. ഡോളറിനെതിരെ രൂപയുടെ മൂല്യം 100ലേക്ക് അടുക്കുന്നത് രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയെ ബാധിക്കും. രൂപയുടെ മൂല്യമിടിവും വ്യാവസായിക ഇന്ധനങ്ങളുടെ വിലക്കയറ്റവും വരാനിരിക്കുന്ന വലിയ സാമ്പത്തിക പ്രതിസന്ധിയുടെ സൂചനകളാണ്. നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിക്കുന്നത് സാധാരണ കുടുംബങ്ങളുടെ ബജറ്റിനെ താളം തെറ്റിക്കും. ചെറുകിട ഇടത്തരം സംരംഭങ്ങളെയും ഇത് മോശമായി ബാധിക്കുമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. രാജ്യത്തെ സാമ്പത്തിക പ്രതിസന്ധി കൈകാര്യം ചെയ്യുന്നതിൽ മോദി സർക്കാരിന് കൃത്യമായ തന്ത്രമോ ദിശാബോധമോ ഇല്ല എന്നും വെറും വാചക കസർത്തുകൾ മാത്രമാണ് നടത്തുന്നതെന്നും രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. പശ്ചിമേഷ്യയിൽ അമേരിക്കയും ഇസ്രായേലും ഇറാനെതിരെ നടത്തുന്ന ആക്രമണങ്ങളെ അപലപിക്കാൻ മോദി സർക്കാർ തയ്യാറാകാത്തതിനെ കോൺഗ്രസ് വക്താവ് ജയറാം രമേശ് വിമർശിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി പ്രധാനമന്ത്രിക്കുള്ള വ്യക്തിപരമായ സൗഹൃദം ഒരു വെടിനിർത്തലിനായി ഉപയോഗിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നും കോൺഗ്രസ് ആരോപിച്ചു. പശ്ചിമേഷ്യയിലെ യുദ്ധം കാരണം ക്രൂഡ് ഓയിൽ ഇറക്കുമതി തടസ്സപ്പെടുന്നതും രൂപയുടെ മൂല്യം റെക്കോർഡ് താഴ്ചയായ 93.53ലേക്ക് എത്തിയതും ഇന്ത്യൻ വിപണിയിൽ വൻ ആശങ്കയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പിന് ശേഷം ജനങ്ങൾക്ക് മേൽ വലിയ സാമ്പത്തിക ബാധ്യത വരുമെന്ന് രാഹുൽ ഗാന്ധിയുടെ മുന്നറിയിപ്പ് ചർച്ചയാകുന്നത്.